ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ ജയിക്കും. ഉറപ്പാ. വക്കീൽ അദ്ദേഹം നിന്നാൽ ജയിക്കും, ഇല്ലേ ഞങ്ങൾ ജയിപ്പിക്കും. ഏതായാലും വക്കീൽ അദ്ദേഹം മെമ്പർ ആയാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കും. അളിയനെ അങ്ങനെ നിർത്തുവോ ചാക്കോച്ച? എന്നാ വർത്താനായി പറയുന്നേ? ആയിരപ്പറ കളത്തട്ടിലിരുന്ന് നാട്ടുവർത്താനം പറയുന്ന പോലാണോ പഞ്ചായത്ത്? വക്കീൽ അദ്ദേഹം നിൽക്കുന്നു, ജയിക്കുന്നു. എനിക്കൊരു കണക്കൂട്ടലുണ്ട്. പഞ്ചായത്തിന്റെ അനുവാദത്തോടെ ആയിരപ്പറയിൽ ഒരു കുരിശടി പണിയണം. അത് വേണോ ചാക്കോച്ച? വേണം. പണിക്കാർ കൂടുതൽ ക്രിസ്ത്യാനികളാ, അവരെ കയ്യിലെടുക്കണം. മതം പറഞ്ഞ് ചീട്ടിറക്കിയാലേ വെട്ടേന്റെ അടുത്ത് കൊള്ളൂ. നിങ്ങൾ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ ഞാൻ എന്നാ പറയാനാ? സമ്മതിച്ചെന്ന് പറഞ്ഞാട്ടെ. നിങ്ങളെല്ലാരും പറഞ്ഞ നിലയ്ക്ക് ഞാൻ സമ്മതിക്കാം. പക്ഷേ എതിരും മഴക്കൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്നറിയാമല്ലോ. ഏമാനെതിരായി ഏതവൻ വരാനാ? ഏമാൻ നിന്നാൽ ഒരു പൂതരി എതിർക്കില്ല. അങ്ങനെയാണെ ഞാൻ നിൽക്കാം. കൈമളേമാൻ ജയിക്കട്ടെ. രണ്ടുപേരുടെ പേരുകളാണ് വന്നിട്ടുള്ളത്. അന്നമ്മൂട്ടുമേടയിൽ ശ്രീ പത്മനാഭ കേബലിന്റെ പേരും പുത്തം വീട്ടിലെ വക്കീൽ ശ്രീ ഗോവിന്ദ മേനോന്റെ പേരും. പത്മനാഭ കേബലിനെ അനുകൂലിക്കുന്നവർ കൈപൊക്കേട്ടെ. ഇനിയിപ്പോ വക്കീൽ മേനോൻ സാറിന്റെ പേര് പരിഗണിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കക്ഷി സ്ഥാനാർത്ഥിയായി അന്നമ്മൂട്ടുമേടയിൽ ശ്രീ പത്മനാഭ കേബലിനെ നിർത്തുന്നു. ചിഹ്നം നിറവറ. തോൽക്കുന്നോ ജയിക്കുന്നോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ സംഘം വളരണമെങ്കിൽ ശൗരി തന്നെ സ്ഥാനാർത്ഥിയായി നിൽക്കണം. എന്നെ കൊണ്ട് പറ്റില്ല. ശൗരി നിൽക്കണമെന്ന് ഞാൻ പറയുമ്പോൾ പാർട്ടി നേതൃത്വമാണ് ശൗരിയെ നിർത്തുന്നതെന്ന് മനസ്സിലാക്കുക. തെക്കൻ മേഖലയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്കുടനെ അങ്ങോട്ട് പോകണം. പാർട്ടി ഓഫീസിൽ നിന്ന് നിങ്ങളെ ബന്ധപ്പെടും. നെൽക്കെതിരായിരിക്കും നമ്മുടെ ചിഹ്നം. കുറെ പോസ്റ്ററുകളും അത്യാവശ്യം പണവും എത്തിക്കാനുള്ള ഏർപ്പാട് പാർട്ടി ഓഫീസിൽ നിന്ന് ഞാൻ ചെയ്യിച്ചോളാം. ആലോചിക്കാനൊന്നുമില്ല. ശൗരി നിൽക്കുന്നു. നമ്മുടെ വോട്ടുകൾ ശൗരിക്ക്. എങ്ങോട്ടാടാ? നിങ്ങളൊന്നും പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? കാലം നേരം ഇല്ലേ വഴക്കിടാൻ? എന്നാത്തിനാ ഇപ്പൊ ഇവിടെ വഴക്ക്? എന്നാപ്പാ അപ്പൊ എന്നാ പറ്റി? കൈമൾ അദ്ദേഹത്തിനെതിരായിട്ട് നീ നിൽക്കാൻ പോവാണോ? കൈമൾ അദ്ദേഹത്തിനെതിരായിട്ടല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് തെരഞ്ഞെടുപ്പിന് നിൽക്കണമെന്ന് തീരുമാനിച്ചു. സംഘത്തിൽ എല്ലാരും കൂടെ ചേർന്ന് എന്നെ പിടിച്ചാക്കി. എന്നാ പിടിച്ചാക്കിയവന്മാരുടെ തിണ്ണയിൽ പോയി കിടന്ന് ഉറങ്ങിയാ മതി. നിങ്ങൾക്ക് എന്നാത്തിന്റെ സുഖേടാ മനുഷ്യ? തൊഴിച്ചു നിന്നെ ഞാൻ. അമ്മച്ചി തൊഴിൽ വാങ്ങിക്കാതെ അകത്ത് പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. ഞങ്ങൾ ഇങ്ങനെ കുറച്ചു നിൽക്കാൻ പോവാ. നിന്നെ ഞാൻ ഈ മുറ്റത്ത് പോലും നിൽക്കാൻ അനുവദിക്കില്ലടാ. നന്ദി കെട്ടവനെ. എന്നാ ഞാനങ്ങ് പോയേക്കാം. പോയാട്ടെ. അപ്പൊ ഞാൻ ശരിക്കും പോവാ. പോടാ. എന്നതാടാ നിന്ന് മൂപ്പിക്കുന്നേ? അപ്പനാ നടക്കണ്. ഞാനതങ്ങ് സഹിച്ചു. ഇതിൽ കൂടുതൽ എനിക്കിനി ഒന്നും വരാനില്ല. അമ്മച്ചേ, ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാം. നീ എങ്ങോട്ടാടാ? ഞങ്ങള് അവിടെ ഒരു ആഫീസ് തുറന്നിട്ടുണ്ട്, വായനശാലയില്. അമ്മച്ചിക്ക് എന്നെ കാണണമെങ്കിൽ അങ്ങോട്ട് വരാം. അപ്പനോടും കൂടാ. പോടാ. ഇവനൊരു വലിയ ആഫീസർ. തൊഴിച്ചാൻ എല്ലാത്തിനെയും കയറി പൊടിയാത്ത്. വരാതെ എവിടെ പോവാനാ? ഞെട്ടറ്റ ചോട്ടില്ലേ? ഇല്ല മോളെ, ഞാൻ മാറിയേക്കാം. അതാ മാനം. അല്ലച്ച, അന്തസ്സായിട്ട് തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നതാ മാനം. മാറുന്നത് മാനക്കേടാ. ശൗരിയോടൊക്കെ തോക്കുന്നത്. തോക്കൂന്ന് ആര് പറഞ്ഞു? അല്ല മോളെ, പുത്തൻ തലമുറയ്ക്ക് നമ്മളെ ഒന്നും അത്ര കാര്യമല്ല. അവരല്ലേ എണ്ണത്തിലധികം. അതൊന്നും സാരമില്ലച്ച. ധൈര്യമായിട്ട് നിൽക്കണം. ഞാനും ഇറങ്ങി പ്രവർത്തിക്കും. വീട് തോറും കയറി ഇറങ്ങി വോട്ട് ചോദിക്കും. അച്ഛൻ എന്തായാലും പിന്മാറരുത്. കൈതക്കാട്ടിൽ ഗോവിന്ദൻ വേലായുധൻ. ഇയാള് ചത്തതാ. എന്ത് വിവരക്കാണ് പറയുന്നത്? ചത്താളെങ്കിലും എവിടെ നിൽക്കും? വോട്ടെടുപ്പാകുമ്പോ ഇങ്ങനെ ചത്തവര് പലരും വന്ന് നിൽക്കും. പക്ഷെ ഇയാള് ചത്തിട്ടില്ല. ഞാനാ മരുന്ന് കൊടുത്തത്. എന്നാ പിന്നെ ഉറപ്പാ ഇയാള് ശവ. ഇയാള് ചത്തിട്ടില്ല. ഗോവിന്ദൻ മൂപ്പന്റെ മോൻ വേലായുധനാ. മൂപ്പനാ ചത്തത്. ആരോ ചത്തു. ജയ് ജയ്. സാറേ, വോട്ട് ചെയ്യാൻ വരുന്നവരെ വെറുതെ ശല്യപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് തടസ്സം.
തടസ്സപ്പെടുത്തിയില്ലല്ലോ, നിങ്ങൾക്ക് ചോദിക്കാം. ഈ നീർക്കോലിയോടൊക്കെ എന്നെ ചോദിക്കാനാ? പാപ്പിച്ചേട്ടാ, പാടത്ത് വെച്ച് കാണുമ്പോ സംസാരിക്കുന്നല്ല, ബൂത്തി വെച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ. നീ എന്നെ ചെയ്യൂടാ പരട്ടെ. ചത്തല്ലേ പോയിക്കോ. നീയൊക്കെ കൂടി അവസാനം എന്നെ കൊല്ലുമെന്നുള്ളത് ഉറപ്പാ. ജനാധിപത്യം അല്ലേ കുട്ട, ആരെങ്കിലും ഒക്കെ ഇത് ചാവണ്ടേ? അനാവശ്യ സംസാരം രണ്ടു കൂട്ടരും നിർത്തണം. ഈ വാർഡിലെ തെരഞ്ഞെടുപ്പിൽ ശ്രീ ശൗരി 300 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീ പത്മനാഭ കൈമളെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. സമ്മതിച്ചു, തോൽവി സമ്മതിച്ചു. സന്തോഷായി ശൗരി. നന്നായി വാ. വരട്ടെ കൈമളത്തെ. പോടാ വൈദ്യരെ. നടക്കണ വൈദ്യരെ. എന്നാത്തിനാ പതിവില്ലാതെ ഉള്ള കള്ളെല്ലാം കൂടെ വലിച്ചു കയറ്റുന്നത്? കുടിക്കും എടി, കണ്ടവാനും കുടിക്കും, ബോധം കെടുന്നവരെ കുടിക്കും. അത്രയും വിഷമമുണ്ട്. ആ തെമ്മാടി കാരണം എന്റെ ഏമാൻ തോറ്റുപോയത് സഹിക്കാൻ മേലടി. എന്നാലേ ആ വഴിയിലോട്ട് നിന്ന് വലിയ വയല് വിളിച്ചു കൂവ്, പിന്നല്ലാതെ. ആ മരം മോന്ത കിട്ടുന്ന വച്ചെന്നുണ്ടല്ലോ. പഞ്ചായത്ത് മെമ്പർ ശബരിയുടെ വീടല്ലയോ? പഞ്ചായത്ത് മെമ്പർ ശബരിയുടെ വീടല്ലയോ? അല്ലടാ, അവന്റെ തന്ത പാപ്പിയുടെ വീടാ. നല്ല വാറാന്നല്ലോ. പഞ്ചായത്ത് മെമ്പർ കിട്ടിയ മാല എന്റെ പട്ടിക്ക് വേണം നിന്റെ മാല. ഇത് എന്റെ അല്ല, അപ്പന്റെ ഏമാൻ എന്റെ കഴുത്തിലിട്ടതാ. പഞ്ചായത്ത് മെമ്പർ ശൗരിക്ക് അന്നമൂട്ടുമേടയിലെ കൈമള ഏമാൻ ഇട്ട മാല. അപ്പാ മോൻ പഞ്ചായത്ത് മെമ്പറായിട്ട് ജയിച്ചു വരുമ്പോ ആട്ടുകയും ചീറ്റുകയും തുപ്പുകയും ചെയ്യുന്ന ഒരപ്പനും ഈ ഭൂമി മലയാളത്തിൽ അപ്പനല്ലാതെ വേറെ കാണത്തില്ല. അപ്പന് തോപ്പിച്ചേച്ച് വന്നു കയറി വീമ്പിളക്കുന്ന ഒരു മോനും ഒരിടത്തും കാണുകയല്ലടാ. അപ്പനെ തോപ്പിച്ചോ? ആര്? അപ്പൻ തെരഞ്ഞെടുപ്പിന് വന്നിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ ഏമാൻ തോക്കുന്നത് ഈ ഞാൻ തോക്കും പോലെയാടാ. എനിക്കിത് കേൾക്കുമ്പോഴാണ് നാക്കി ഉറിഞ്ഞു വരുന്നത്. അപ്പാ ഏമാനും ഞാനും കൂടെ തെരഞ്ഞെടുപ്പിന് നിന്നു. ഏമാൻ തോറ്റു, ഞാൻ ജയിച്ചു. അതിന് മാറ്റാൻ പറ്റുമോ? ഞാൻ വെച്ച് ഒഴിഞ്ഞാലും ചിലപ്പോ ഏമാൻ ജയിച്ചെന്ന് വരികയില്ല. പിന്നെയും തെരഞ്ഞെടുപ്പുണ്ടാവും. അതിനും ഏമാൻ. നിർത്തടാ അവന്റെ ഒരു പൊങ്ങച്ചം. എടാ, നീ എത്ര പൊങ്ങിയാലും എന്റെ ഏമാന്റെ 7 അയലത്ത് നിൽക്കാനുള്ള പൊക്കം നിനക്ക് കിട്ടൂല. എനിക്ക് ഇത്രയൊക്കെ പൊക്കം മതി. ഇല്ലാത്ത പൊക്കം ഉണ്ടെന്ന് വിചാരിച്ച് മണ്ടം കളിക്കുന്നതിനേക്കാൾ ഭേദമാ. ഇല്ലേ അമ്മച്ചേ? എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ കൊച്ചനെ. എന്നെ വിട്ടേരെ. നീ ഒന്നും വല്ലതും കഴിക്ക്. നല്ല കൊഞ്ചുകറി വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മച്ചി അറിയായിരുന്നു ഞാൻ ജയിക്കുന്നു. ഞാനാ ഒറ്റാല് വെച്ച് 5-6 കൊഞ്ചിനെ പിടിച്ചത്. നീ എന്റെ കുഞ്ഞു പെങ്ങളല്ലയോടി. അപ്പം വല്ലതും കഴിച്ചോ? എനിക്ക് വേണ്ട. വയറ്റി സ്ഥലം കാണത്തില്ലായിരിക്കുമല്ലോ. നല്ല വരുവാണ് തൊഴിക്കാൻ. പാപ്പിച്ചേട്ടോ, എന്താടോ മെമ്പറെ കാലത്ത് ചാക്കിട്ടുമായിട്ട്? കുറച്ചരിയാന്നേ. അയ്യോ, ഇത് ആര്? പഞ്ചായത്ത് മെമ്പറോ? ഈ വീടിന്റെ പേരിൽ വല്ല പരാതിയും കിട്ടിയിട്ട് അന്വേഷിക്കാമെന്നതാണോ? ഊശയാക്കാതെ പാർവതി കുഞ്ഞ്. അയാൾ എന്തിയേ? ആരപ്പനോ? അവിടെ ചൊന്നൂട് കിടക്കുവാ. ഇങ്ങോട്ട് വരാൻ ഒരു ബുദ്ധിമുട്ട്. എന്നാ പറ്റിയേക്ക്? ഇലക്ഷൻ അച്ഛൻ തോറ്റോണ്ടായിരിക്കും. അതിന് അവരാരല്ലോ തോപ്പിച്ചത്, ഇവനല്ലയോ? എല്ലാരും കൂടെ പറഞ്ഞ് വാശി കയറ്റപ്പോ ഞാനങ്ങ് നിന്നു. അന്ന് അടഞ്ഞതാപ്പൻ. ഇദ്ദേഹം പറഞ്ഞാലേ കേക്കൂ. ഇവിടെ എന്ത് തോന്നുന്നാ അപ്പന്റെ വിഷമം. ഇവിടെ എന്നാ തോന്നാനാ? ഞാനിത് വെച്ച് ഒഴിയാൻ പോവാ. സ്വൈര്യം കിട്ടുമല്ലോ. വിവരക്കേടൊന്നും കാണിക്കരുത്. നീ ജയിച്ചാലും ഞാൻ ജയിച്ചാലും നാട്ടുകാരുടെ കാര്യങ്ങൾ നടക്കണം. ഒന്ന് ആലോചിച്ചാ എന്നെക്കാളും ഭേദം നീയാ. ചെറുപ്പമല്ലയോ? പാപ്പിയോട് ഞാൻ വിളിക്കുന്നു, ഇവിടം വരെ വരാൻ പറ. ഇത് എവിടെ നടും ഈ അരി? എവിടെ നിന്നായാലും എന്തുവാ, എല്ലാം ഇവിടത്തെ പാടത്തുണ്ടായതല്ലയോ. പാട്ടം പിരിക്കാനാ ഞാൻ അവനോട് പറഞ്ഞത്. അതാണെന്ന് കരുതിയാ മതി. കൊടുത്തേ പരിചയമുള്ളൂ ശൗരി ഈ വീടിന്. കാഴ്ച സ്വീകരിക്കാറുണ്ടായിരുന്നല്ലോ.
ഞാൻ പോയി അപ്പനോട് ഇങ്ങോട്ട് വരാൻ പറയാം. ആ പാറുകുഞ്ഞ്, പാറുകുഞ്ഞ്, എന്നാ മുറച്ചെറുക്കം ഫാന വിക്രമക്കൈമൾ കൽക്കട്ടയെന്ന് വണ്ടി കയറിയിട്ടുണ്ടെന്ന് കേട്ടു. എവിടെ കേട്ടു? ചെട്ടി കേട്ടു. ഉടനെ കാണുമോ? ആ ആയോ? കല്യാണത്തിലെങ്കിലും ആ അമ്മാച്ചൻ വക്കീലിനോട് പ്രസംഗിക്കരുന്ന് പറയണം കേട്ടോ. പറയാം. കേട്ടോ?